ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഞാൻ കീർത്തി. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്, ശിവാനി ബുട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത്, കുറേ ആയില്ലേ നമ്മൾ ലോങ് വീഡിയോസ് ഇട്ടിട്ട്. ഷോർട്സ് ഇടാറുണ്ട്, എങ്കിലും എല്ലാവരും നല്ല നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ വീഡിയോസിൽ കുറേ ഡിലേ വരുന്നതുകൊണ്ടാണ് കേട്ടോ. ലൈക്കും ഷെയറും കമൻസും ഒക്കെ കുറവാണ്. അപ്പം എന്നാൽ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം നമുക്ക് വീഡിയോസൊക്കെ കുറച്ചുകൂടെയൊക്കെ ഒന്ന് ആക്റ്റീവൊക്കെ ആക്കണം. എല്ലാവരും എന്നെ മറന്നു തുടങ്ങിയെന്നൊക്കെ എനിക്ക് തോന്നി കേട്ടോ. ഒരിടയ്ക്ക് ഒരുപാട് പേര് വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ 2-3 പേര് എൻ്റെ ഷോപ്പിൽ എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അപ്പോൾ തിരക്കിൻ്റെ ഇടയ്ക്ക് വന്നതുകൊണ്ട് തന്നെ എനിക്ക് അവരോട് സംസാരിക്കാൻ പറ്റി. പക്ഷേ എനിക്ക് വീഡിയോയോ ഫോട്ടോയോ ഒന്നും എടുക്കാനും പറ്റിയില്ല കേട്ടോ. പിന്നെ പേഴ്സണലി അവർക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളത് അറിയത്തില്ലായിരുന്നല്ലോ. എനിക്കാണെങ്കിൽ അങ്ങനെ ചോദിച്ചും ശീലമില്ലാത്തതുകൊണ്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. എനിക്ക് അവരോട് ചോദിക്കാൻ തോന്നിയില്ല കേട്ടോ. എന്നാലും ഞാൻ ഓർത്തു, ഇങ്ങനെ ഫോട്ടോയും വീഡിയോയൊക്കെ എടുത്ത് വെക്കുമായിരുന്നെങ്കിൽ നമ്മുടെ ചാനലിൽ പ്രസൻറ്റ് ചെയ്യുമായിരുന്നു എന്നൊക്കെ. എന്തായാലും അവർ വന്നതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് സംസാരിച്ചിട്ടാണ് കേട്ടോ, ഇവിടെ ഇരുന്ന് സംസാരിച്ചിട്ടാണ് പോയത്. എന്നോട് കുറച്ച് സജഷൻസൊക്കെ ചോദിക്കാനുണ്ടായിരുന്നു. സജഷൻസൊക്കെ കൊടുക്കാൻ പാകത്തിന് ഞാൻ വല്ലതും ആയോ എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ അവരൊരുപാട് കാര്യങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് എന്താണ്, എൻ്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ. എന്തായാലും ഞാനതിൻ്റെ സമയം കണ്ടെത്തി അവരുടെ കൂടെ ഇരുന്ന് തന്നെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അവർ എനിക്കുള്ള നിർദ്ദേശങ്ങൾ തരുകയൊക്കെ ചെയ്തു കേട്ടോ. എന്തായാലും ഒരുപാട് സന്തോഷം ഞാൻ അറിയിക്കുന്നു. ഇനിയും വരാനുള്ളവർക്ക് സ്വാഗതം. അപ്പം തൊടുപുഴയിലാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. തൊടുപുഴ കാരിക്കോട് നമ്മുടെ താലൂക്ക് ആശുപത്രി അല്ല, ഇപ്പം നേരത്തെ താലൂക്ക് ആശുപത്രി ആയിരുന്നു, ഇപ്പോൾ അത് ജില്ലാ ആശുപത്രി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ജില്ലാ ആശുപത്രിയുടെ ലേക്ക് കയറുന്ന റോഡ് നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വന്നിട്ടുള്ളത്. അപ്പം ഇതാണ് ഇന്നത്തെ വർക്ക്. ഇത് ഒരു ദിവസത്തെ വർക്കല്ല കേട്ടോ, കുറേ ദിവസത്തെ വർക്കുകൾ മിക്സ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം ഞാൻ ഷോപ്പിൽ കഴിഞ്ഞ ആഴ്ച ഒരു എമർജൻസി വർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്താണ് കേട്ടോ നമുക്ക് സ്ഥിരമായിട്ട് സാരി ഫോൾഡിങ്ങിന് തരാറുള്ള കുട്ടി വിളിച്ചത്. ചേച്ചി എനിക്ക് രാവിലെ തരാം, വൈകുന്നേരം ഫോൾഡ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു. എന്നാൽ പിന്നെ ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ഓൾറെഡി ഷോപ്പിലുണ്ട്, ഇയാളിപ്പോൾ കൊണ്ടുവരുവാണെങ്കിൽ ഞാനിപ്പോൾ തന്നെ ചെയ്ത് തരാം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ്ടേ. ഞാൻ അന്ന് ഷോപ്പ് സത്യത്തിൽ ഓപ്പൺ അല്ലായിരുന്നു കേട്ടോ. എന്തോ പെരുന്നാൾ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ശരിയാണ്, പെരുന്നാളിൻ്റെ ടൈമായിരുന്നു. അപ്പോൾ സ്റ്റാഫ് ഇല്ലാതിരിക്കും കൂടെ ചെയ്യില്ല, വീട്ടിൽ പിള്ളേരും ഒറ്റയ്ക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിലിരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഇടയ്ക്ക് പോയി കുറച്ച് നേരം തുറന്നു ഇരുന്നു. ഒരാളുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ ആളെ ഏൽപ്പിച്ചിട്ട് ഞാൻ വരികയാണ് ചെയ്തത്. അപ്പോൾ സാരി ഫോൾഡിങ്ങിന് ഞാൻ തന്നെ വേണമല്ലോ, മാത്രമല്ല ഷോപ്പിലാണ് സ്റ്റീം അയണുള്ളൂ കേട്ടോ. അങ്ങനെ അതെല്ലാം ചെയ്ത് തീർത്തതിന് ശേഷം ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വീട്ടിൽ അന്ന് എമർജൻസി ആയിട്ട് വേറെ ഒരെണ്ണം ചെയ്യാനുണ്ടായിരുന്നു. ഇടയ്ക്ക് വീട്ടിലിരുന്ന് ഞാനിത് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതൊരെണ്ണം എമർജൻസി ആയിട്ട് ചെയ്യാനുണ്ടായിരുന്നു. ഇതൊരു എന്താ പറയണേ, ഒരു സൽവാർ സെറ്റ് അല്ല കേട്ടോ, ആൾ സെറ്റ് ചെയ്ത് എടുത്തതാണ്. റണ്ണിങ് മെറ്റീരിയൽ തന്നെയാണ്. അതിൽ നമ്മൾ പോട്ട്ലി ബട്ടണൊക്കെ നമ്മൾ തന്നെ കൈകൊണ്ട് ചുറ്റിയെടുത്ത് ഉണ്ടാക്കി വെച്ചാണ് കേട്ടോ പോട്ട്ലി ബട്ടൺ. അപ്പം അതിൽ ചെറിയ ചെറിയ ബുട്ടാസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നുണ്ട് ജിമ്മി ജോ വിത്ത് ഓർഗൻസ വരുന്ന ഒരു ഫാബ്രിക് ആയിരുന്നു കേട്ടോ. അതിൽ ബുട്ട വരുന്ന മെറ്റീരിയൽ കൊണ്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ പോട്ട്ലി ബട്ടൺ ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടെന്ന്. ചെയ്തു വന്നപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഈ ആൾക്കൊരു ആവശ്യം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിഗരറ്റ് പാൻറ്റ് വേണം, പക്ഷേ നമുക്ക് ബെൽറ്റായിട്ട് എന്താ പറയുക, ഇത് വേണ്ട, എലാസ്റ്റിക് വേണ്ട, ചരട് ഇട്ടാൽ മതിയെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു അപാകതയാണ് കേട്ടോ നിങ്ങൾക്ക് ഫീൽ ചെയ്തത്. നല്ലോണം അണ്ടറൊക്കെ ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ആൾക്ക് ക്രോച്ച് ഏരിയ എപ്പോഴും ടൈറ്റ് ഫീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ത് വേണമെന്ന് അവിടെ ഒരു സ്ക്വയർ പീസ് വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ അണ്ടർ ഉള്ളവർക്ക് തന്നെ നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. അങ്ങനെ സ്ക്വയർ പീസ് ഒരെണ്ണം വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വിസ്താരം കിട്ടുകയും ചെയ്യും. നമുക്ക് എങ്ങനെ വേണമെങ്കിലും കാല് ഒക്കെ മൂവ്മെൻറ്റ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പം അന്നത്തെ പരിപാടികളെല്ലാം അന്ന് രാത്രിയോടുകൂടി ക്ലോസ് ചെയ്തു. അത് വൈകുന്നേരം കൊടുക്കണമായിരുന്നു കേട്ടോ. കാര്യം ഹസ്ബൻഡിൻ്റെ കൂടെ ജോലി ചെയ്യുന്നൊരു കൊളീഗിൻ്റെ വൈഫിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പം പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ചെയ്തു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്.
നേരത്തെ ഒരു 2-3 ദിവസം ആയിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ അത് കിട്ടിയിട്ട്. അപ്പം ഇതാണ് നമ്മുടെ ബിഫോർ നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന ഓർഡറാണ്. പിന്നെ ആ കസ്റ്റമർ നാട്ടിൽ വരുന്നുണ്ടായിരുന്നു. നാട്ടിൽ ഉള്ളത് കൊണ്ട് തന്നെ നാട്ടിൽ വരുമ്പം അയച്ചു കൊടുത്താൽ മതി എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഷോർട്സ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് പ്ലീറ്റ് വന്നിട്ട് വീനക്ക് സ്കാലപ്പ് അതിൽ ചെറിയ ക്രിസ്റ്റലാണ് കേട്ടോ നമുക്ക് തന്ന റെഫറൻസിലുണ്ടായിരുന്നത്. പക്ഷേ ക്രിസ്റ്റലല്ല ഞാൻ ചെയ്തത്, ഒരു സ്വീക്വൻസ് വർക്കാണ് കേട്ടോ. ലീഫ് ഷേപ്പിൽ വരുന്ന സ്വീക്വൻസിൻ്റെ അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ കട്ട് ബീഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 എൻഡിലും ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് കേട്ടോ അത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ചെയ്തു വന്നപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. ഇതുപോലെ പറഞ്ഞ് എനിക്കും ചെയ്യണമെന്നൊക്കെ ഉണ്ട്, എന്നാ നടക്കുക എന്നുള്ളത് മാത്രം അറിയില്ല. ആ കുട്ടിയുടെ തന്നെ അടുത്ത ഫ്രോക്കാണ് കേട്ടോ എന്നുള്ളത് കൊണ്ട് തന്നെ ആൾ ചെറിയ പ്ലീറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ സ്ലീവിന് വന്നിട്ടുള്ളത്. പിന്നെ അടുത്തതായിട്ട് ഞാൻ എനിക്ക് തന്നെ ചെയ്തിട്ടുള്ളൊരു കുർത്തിയാണ് കേട്ടോ അത്. ആക്ച്വലി ഇത് പകുതി കുറേശ്ശെ ആയിട്ട് ചെയ്തു തുടങ്ങിയിട്ട് കാലം കുറേ ആയായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ അതിന് അങ്ങ് ചെയ്തിട്ടേക്കാമെന്ന് വിചാരിച്ച് ചെയ്തപ്പോഴാണ് കേട്ടോ ഈ ലേസ് കുറേ നാളുകളായിട്ട് നമ്മുടെ കയ്യിലിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അതും വെച്ച് കൊടുത്തു, ഫോട്ടോയൊക്കെ എടുത്ത് സെറ്റായി. ഇത് നെക്സ്റ്റ് ഡേ അങ്ങനെ നമ്മുടെ സ്കൂളൊക്കെ ഓപ്പണായി. ഓൾമോസ്റ്റ് നമുക്ക് സ്റ്റിച്ചിങ്ങിന് വന്നിട്ടുള്ള ഷോപ്പിൽ സ്റ്റിച്ചിങ്ങിന് വന്നിട്ടുണ്ടായിരുന്ന യൂണിഫോം എല്ലാം തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഒരെണ്ണം വന്നിട്ടുണ്ട്, അത് ലേറ്റായിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഷർട്ടും കൂടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ വർഷത്തെ യൂണിഫോമിൻ്റെ കഥന കളതകളെല്ലാം തീർന്നു. പിന്നെ നമ്മുടേത് മാത്രമല്ല നമുക്ക് ബാലൻസ് വെക്കാൻ പറ്റത്തുള്ളൂ. ഇതെൻ്റെ മോളുടെയാണ് കേട്ടോ. ഇനി മോൻ്റെ ഉണ്ട്, അവൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിയിട്ട് പോവും എൻ്റെ ആയോ എന്ന് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഷർട്ട് ഞാൻ നേരത്തെ തന്നെ ഷർട്ടൊക്കെ തയ്ച്ച് എനിക്ക് ശീലമുണ്ട് കേട്ടോ. കാര്യം ഒരിടയ്ക്ക് ഞാൻ സ്റ്റിച്ചിങ് പഠിച്ച ആ സമയത്ത് എനിക്ക് ഷർട്ട് എല്ലാം പഠിക്കണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെ പഠിച്ച സമയത്ത് ഹസ്ബൻഡിന് കുറേ ഷർട്ടുകൾ ചെയ്തു, ഒരു 5-8 ഷർട്ട് എനിക്ക് ഞാൻ ചെയ്തു കൊടുത്തു എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അതൊക്കെ ഇടുകയും ചെയ്യുമായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് സമയമില്ലാതായപ്പോഴത്തേനും പിന്നെ കലിപ്പായി. പിന്നെ ബ്രാൻഡഡ് ഷർട്ടൊക്കെ എടുക്കും. പക്ഷെ എന്നാലും ഞാൻ തയ്ച്ചു കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഷർട്ട് തയ്ച്ച് ശീലമുണ്ട് കേട്ടോ. അങ്ങനെയാണ് പിന്നെ യൂണിഫോമിൻ്റെ കേസ് വന്നപ്പോൾ ഞാൻ സ്കൂളിലേക്ക് പറഞ്ഞു ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തോളാം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എന്താ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് തന്നെ അവർക്ക് അവിടെ പോയി ഓർഡർ എടുത്ത കുറച്ച് ആളുകളുണ്ട്. എന്നോടും കുറേ പേര് പറഞ്ഞു യൂണിഫോമിൻ്റെ ഓർഡർ പിടിക്കുക, നമുക്കങ്ങനെ സ്കൂളിൽ പോയി ഓർഡർ പിടിക്കാമെന്നൊക്കെ. പക്ഷേ എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഈ ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും നടപടിയില്ലെന്നേ. യൂണിഫോം പെൻഡിങ് ആയ പിന്നെ വലിയ തലവേദനയാവും. അത് കാരണം ഞാൻ യൂണിഫോമിൻ്റെ ഓർഡർ ഞങ്ങൾ ചോദിച്ച് മേടിച്ച് പിടിച്ചില്ല കേട്ടോ. കാര്യം ഞങ്ങൾക്ക് ഓർഡർ വരുന്നുണ്ടായിരുന്നു. പക്ഷേ സ്കൂളുകളിൽ പോയിട്ട് ഓർഡർ മേടിക്കുന്ന പരിപാടി ഞാൻ ചെയ്തില്ല. അല്ലാതെ തന്നെ നമുക്ക് അത്യാവശ്യം വർക്ക് ഉണ്ടായിരുന്നു, ലോഡ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഡിലേ ആയിക്കഴിഞ്ഞാൽ അതിലും വലിയ തലവേദനയാവുമല്ലോ. മാത്രമല്ല എൻ്റെ മക്കൾക്ക് തന്നെ മൂത്ത ആൾക്ക്, അതായത് പൊന്നൂസിന് രണ്ട് ജോഡി ഉണ്ടായിരുന്നു. എന്താ പാൻറ്റ്, കോട്ട്, ഷർട്ട്, ഇത്ര ഐറ്റം ഉണ്ടായിരുന്നു പൊന്നൂസിന് തന്നെ. അത് 2 ജോഡി ആകുമ്പോഴത്തേനും ആ ഒരു സെറ്റ് അത് വേറെ. പിന്നെ മോന് ട്രൗസറും ഷർട്ടും, അങ്ങനെ 2 ജോഡി ഉണ്ടായിരുന്നു. 2 ജോഡിയല്ല, മൊത്തം 3 ജോഡി ഉണ്ടായിരുന്നു. ഇതിപ്പം ആദ്യത്തെ ജോഡി ഒരെണ്ണം ഞാൻ മോൾക്കുള്ള ഷർട്ട് ഞാൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. മോൾക്ക് ഇതുവരെ ഷർട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം റെഡിമെയ്ഡ് സ്കൂളിൽ അതായത് റെഡിമെയ്ഡ് ഉണ്ടായിരുന്നു. റെഡിമെയ്ഡ് നമ്മൾ മേടിക്കുകയോ ചെയ്തത്. അങ്ങനെ ഈ പ്രാവശ്യം ആയപ്പോഴത്തേനും ഞാൻ പറഞ്ഞു ഞാൻ സ്റ്റിച്ച് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗമാണ് കേട്ടോ ഇത്. ഓൾമോസ്റ്റ് ഫുള്ളായി എല്ലാ പരിപാടികളും ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ഇപ്പോൾ കോളർ വയ്ക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ. ഷർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ലൈനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. ഷർട്ടൊക്കെ നമ്മൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ചെയ്യാൻ പറ്റും. വേറെ ഒന്നിനെ നമുക്ക് എന്താ പറയുക, ഈ ചുരിദാർ പോലെ വലിയ തലവേദനയൊന്നുമില്ല. നമ്മൾ ചുരിദാർ സിമ്പിളെന്ന് വിചാരിക്കും തയ്ച്ച് ശീലമുള്ളവർക്ക്. പക്ഷേ ഷർട്ട് സിമ്പിളാണ് കേട്ടോ. അതിന് വലിയ മോഡലോ കാര്യങ്ങളോ ഒന്നും വരാനുമില്ല. പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളാണ്. അപ്പം ഇതാണ് കേട്ടോ അവൾക്ക് ചെയ്ത് ഇട്ട് നോക്കുകയാണ്, ട്രയൽ നോക്കുകയാണ്. സംഭവം സെറ്റായി. ഞങ്ങൾ പിന്നെ ബട്ടൺ ഹോൾ വയ്ക്കാൻ കാര്യം എൻ്റെ ഈ ടേബിൾ ടോപ്പ് മെഷീനിലൊക്കെ ബട്ടൺ ഹോളൊക്കെ വെക്കാനൊക്കെ ആയിട്ട് പറ്റും.
ഞാനതിനൊന്നും മെനക്കെടാറില്ലെന്നേ. അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് തന്നെ ഞങ്ങൾ ബട്ടൺ ഹോൾ അടിക്കാനായിട്ട് പോകുന്നത് തൊടുപുഴയിൽ തന്നെ ഒരു ചേട്ടൻ്റെ അടുത്താണ് കേട്ടോ. ഒരു ചെറിയ ഷോപ്പാണ് കേട്ടോ. ആള് വളരെ ബിസി ആയിട്ടുള്ള ആളാണ്. ഒരുപാട് ഷോപ്പുകളിൽ നിന്നൊക്കെ ബട്ടൺ ഹോൾ അടിക്കാനായിട്ട് ഇവിടെയാണ് കേട്ടോ വരുന്നത്. അടുത്ത ദിവസം ഞാൻ ബട്ടൺ ഹോൾ അടിച്ചത് മേടിക്കാനായിട്ട് ചെല്ലുമ്പോഴത്തേനും ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ എടുക്കാം കേട്ടോ. ഇതിന് മെയിനായിട്ടും 2 ടൈപ്പ് മെഷീനാണ്. ഹോൾ അടിക്കാൻ ഒരു മെഷീൻ, അതിനുശേഷം ബട്ടൺ അടിക്കാൻ വേറൊരു മെഷീൻ. അപ്പം സെയിം തന്നെ യൂണിഫോം അവിടെ ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏതായാലും നാളെ അത് കളക്ട് ചെയ്യാനായിട്ട് പോകണം.